ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിക്കായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് റവ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഈ മാവ് നമുക്കൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചിട്ടാണ് കലക്കിയെടുക്കുന്നത്. 2 കപ്പ് വെള്ളം എടുത്തിട്ട് ഞാനത് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കലക്കി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. റവ ചേർത്തത് കൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ ഒന്ന് കുറുകി വരും. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിംഗാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫില്ലിംഗാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാളയും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. സവാള കളർ മാറാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. നന്നായിട്ട് വഴന്ന് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നാൽ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ചതച്ച മുളകും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ അവരുടെ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതിപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു അളവാണ്. ചതച്ച മുളകും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ആ സമയം കൊണ്ട് 2 മുട്ട പുഴുങ്ങിയത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. കുറച്ച് വലിയ ഹോളിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിങ് റെഡിയായി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗാണ്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവ് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണൊക്കെ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ചെറുതായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഈ പാൻ വെച്ച് തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡും കൂടി ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വെക്കണ്ട. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആദ്യം ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫില്ലിങ് ഒരു 1-2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്കത് റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റോൾ ചെയ്തെടുക്കാം. ഓരോ ദോശ റെഡിയാകുന്ന സമയം കൊണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ ദോശ ഫില്ലിംഗ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് നമ്മൾ പൊടികളും കാര്യങ്ങളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് ഈ ഫില്ലിങ് നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം റോൾ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ നല്ല സോഫ്റ്റാണ്. കുറേ നേരം ഇരുന്നാലും നമുക്കിത് ഹാർഡായിട്ട് വരുമൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്.